പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ച് പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം പടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ച് ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരട്ടെ. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടുള്ളൊരു കിരീടം മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്തു അവൻ്റെ തലയിലടിച്ചു. അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. പ്രൈസ് ഗോഡ്. കിരീടം എപ്പോഴും സിംബലൈസ് ചെയ്യുന്നത് ഒരു റോയൽ അതോറിറ്റിയാണ്, പവറിനെയാണ്, ഡിഗ്നിറ്റിയാണ്. എന്നാൽ നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് കിടക്കുന്നത് അവൻ ഡിസേർവ് ചെയ്യുന്നത് പോലൊന്നുമല്ല. അങ്ങനെയുള്ളൊരു ക്രൗണല്ല അവൻ ധരിച്ചിരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കാണുന്നത്. എ ക്രൗൺ ഓഫ് തോൺസ് പ്ലേസ്ഡ് ഓൺ ദ കിങ് ഓഫ് കിങ്സ്, ഇൻറ്റൻഡഡ് ആസ് എ മോക്കറി ഓഫ് ഹിസ് കിങ്ഷിപ്പ്. പ്രൈസ് ഗോഡ്. മുള്ളുകൊണ്ട് മെടഞ്ഞ ഒരു കിരീടമാണ് അവൻ്റെ തലയിൽ വച്ചിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, മുള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. അതിൻ്റെ അർത്ഥം എന്താ? തോൺസ് ആർ എ സിംബൽ ഓഫ് ദ കേഴ്സ് ഓഫ് സിൻ. പാപത്തിന് കിട്ടിയ ഒരു ഫലമാണ് ഈ മുള്ളും പറക്കാരിയുമൊക്കെ. അപ്പം ക്രൗൺ ഓഫ് തോൺസ് എന്ത് വിളിച്ച് പറയുന്നു? ശാപത്തെ വിളിച്ച് പറയുന്നു. യേശു പാപത്തിൻ്റെ ആ വെയിറ്റ് ഉണ്ടല്ലോ, അത് അവൻ താൻ തന്നെ വഹിച്ചു. ആരുടെ പാപത്തിൻ്റെ? നമ്മുടെ പാപത്തിൻ്റെ, ലോകത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ആ പാപത്തെ മുഴുവൻ യേശു തൻ്റെ ശരീരത്തിൽ വഹിച്ചു. ഈ ക്രൗണ് it was fashioned by the soldiers uniquely for Jesus to wear. സോൾജിയേഴ്സ് വളരെ യുണീക്കായിട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തതാണ്. എന്തിനാ? യേശു കർത്താവിന് ധരിക്കുവാൻ. അവർ യേശുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. എന്നിട്ട് ഒരു പേർപ്പിൾ ഗാർമെൻറ്റ്, ചുവന്ന മേലങ്കി അവനെ ധരിപ്പിച്ചു. അവൻ്റെ മുഖത്ത് തുപ്പി അവനെ അടിച്ചു. ഇതെല്ലാം എന്താ കാണിക്കുന്നത്? അങ്ങേയറ്റത്തെ ഹ്യൂമിലിയേഷൻ, നിന്ദയാണ്. പക്ഷേ യേശു ഒന്നിനോടും പ്രതികരിച്ചില്ല. തൻ്റെ മുഖം വാടിയില്ല, താനൊരു വാക്ക് ഉച്ചരിച്ചില്ല. അറക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ താൻ നിന്നു. എന്തുകൊണ്ടാണ്? അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ടാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 2, വിശ്വാസത്തിൻ്റെ നായനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യും. സോൾജിയേഴ്സ് എന്താണ് ഡിസേർവ് ചെയ്ത് അത് അവർക്ക് കൊടുത്തില്ല. അവനൊന്നും കംപ്ലെയിൻ ചെയ്തില്ല. എല്ലാ മോക്കറിയും അവനങ്ങ് സഹിച്ചു. എല്ലാം അവനങ്ങ് അനുവദിച്ചു. എന്തിനാ? തൻ്റെ സൃഷ്ടി പാപത്തിൽ നിന്ന് പുറത്തു വരണം. എന്തിനെയൊക്കെ താൻ സൃഷ്ടിച്ചോ അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരു യഥാസ്ഥാനം നടക്കണം. അതുമാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഹല്ലേലൂയ. നീതിയുള്ള ന്യായാധിപതിയാണ് നമ്മുടെ ദൈവം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യം ഇങ്ങനെ പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും
ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽക്കുകയത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ജീസസ് ഈസ് ദ ഗോഡ് ഓഫ് ഓൾ ഗോഡ്സ് ആൻഡ് കിങ് ഓഫ് ഓൾ കിങ്സ്. ഹല്ലേലൂയ. എല്ലാവരെയും ശിക്ഷിക്കാനുള്ള അധികാരം അവനുണ്ട്. പക്ഷേ അവനത് ചെയ്തില്ല. അതിന് പകരം അവർക്ക് എന്തൊക്കെ ചെയ്യണമോ, സ്ക്രിപ്ചറിൽ തിരുവചനത്തിൽ തന്നെക്കുറിച്ച് എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ, താൻ എന്തെല്ലാം അനുഭവത്തിൽ കൂടി കടന്നു പോകണ്ടോ, അതിൽ കൂടിയെല്ലാം താൻ കടന്നു പോകത്തക്കവണ്ണം താൻ അതിനെല്ലാം നിന്നു കൊടുത്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പെനാലിറ്റി അവൻ പേ ചെയ്തു. അതിനുവേണ്ടി അവൻ വില്ലിംഗ്ലി സകലതും സഫർ ചെയ്തു, സകലതും ഏറ്റെടുത്തു. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ഇത് കാണിക്കുന്നത് എന്തിൻ്റെ? അങ്ങേയറ്റത്തെ താഴ്മ. യേശു കർത്താവിൻ്റെ അങ്ങേയറ്റത്തെ താഴ്മയാണ് അത് വെളിവാക്കുന്നത്. സ്വർഗത്തിലെ ഫുൾ അതോറിറ്റി തനിക്കുണ്ടായിരുന്നു, ഭൂമിയിലുള്ള സകല അതോറിറ്റിയും തനിക്കുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ഹ്യൂമിലിയേറ്റഡ് ആകുവാൻ തക്കവണ്ണം അവൻ പൂർണ്ണ മനസ്സോടെ അതെല്ലാം അനുവദിച്ചു കൊടുത്തു. യേശു കർത്താവ് ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നപ്പോൾ, ഹല്ലേലൂയ, അവൻ താഴ്മയോടെയാണ് വന്നത്. അവൻ വന്നത് ഈ ക്രൗൺ ഓഫ് തോൺസ് വെയർ ചെയ്യുവാനുള്ള പൂർണ്ണ മനസ്സോടെ തന്നെയാണ് വന്നത്. താൻ ജനിച്ചതും എങ്ങനെയായിരുന്നു നമുക്കറിയാം. ശീലകൾ ചുറ്റി, അല്ലേ? വഴിയമ്പലത്തിൽ പശുക്കൂട്ടിലാണ് താൻ ജനിച്ചത്. നമുക്കതെല്ലാം അറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം ഈ നമ്മുടെ ദൈവം വീണ്ടും വരുന്നു. 19-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സ് 12. 19-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു രാജാതിരാജാവാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഹല്ലേലൂയ. അവൻ എല്ലാ വിധത്തിലുള്ള ക്രൗൺസിനും ഹല്ലേലൂയ അധികാരിയാണ്. പക്ഷേ എല്ലാവരും എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ്റെ മുമ്പിൽ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിടും. നമ്മൾ 2 വാക്യം നമ്മളെ അത് കാണിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യവും 10-ാം വാക്യവും. 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. പ്രൈസ് ഗോഡ്. എന്നിട്ട് അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, മുൾക്കിരീടം എന്തിനെ കാണിക്കുന്നറിയാമോ? യേശുവിൻ്റെ താഴ്മയെ കാണിക്കുന്നു. ഹിസ് ഹ്യൂമിലിറ്റി ആൻഡ് ഹ്യൂമിലിയേഷൻ. അത് നിമിത്തമാണ് ഞാനും നിങ്ങളും പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചത്. അവൻ്റെ മുമ്പിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് ലഭിച്ചത് അവൻ നിമിത്തമാണ്. അവനോട് കൂടെ അവൻ്റെ ഗ്ലോറി പങ്കിടാൻ തക്കവണ്ണം നമുക്ക് അവൻ്റെ മഹത്വം പ്രാപിക്കണ്ടേ? അവന് ആ മുൾക്കിരീടം ധരിച്ചു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ആശ്രയം അവനിലിടുമ്പോൾ നീതിയുടെ കിരീടം അവൻ നമുക്കും തരും. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 8-ാം വാക്യം പൗലോസ് പറയുന്നതാ: ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രൈസ് ഗോഡ്. ക്രൗൺ ഓഫ് തോൺസ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിനോടൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്രമാത്രം നന്ദി നാം ദൈവത്തിന് കരേറ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം നാം താഴ്മ ധരിച്ചാൽ പറ്റും. യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിപ്പാൻ നമുക്കും കഴിയണ്ടേ? കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ നിന്നെ തന്നെ താഴ്ത്തി
മുൾക്കിരീടം നീ ധരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നീ ഒത്തിരി കഷ്ടപ്പെട്ടു, സഫർ ചെയ്തു. അതുകൊണ്ട് നിൻ്റെ ആ ത്യാഗത്തിൻ്റെ ആഴം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കുവാൻ, ക്രൂശിൽ നീ സഹിച്ച വേദനകളൊന്ന് മനസ്സിലാക്കുവാൻ നന്ദിയോടെ നിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ സ്നേഹവും നിൻ്റെ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് ജീവിപ്പാൻ്റെ കൊണ്ട് നിങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.